പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നാം എടുക്കുന്ന വചനം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇന്ന് പ്രഭാത സമയത്തിൽ അല്പസമയം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഹാലേലുയ വളരെ ഭാരത്തോടെ ഹാലേലുയ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം ഹാലേലുയ ഞാൻ വായിക്കുവാനിടയായി തീർന്നു. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. തീർച്ചയായും ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ഹാലേലുയ ഈ മാനവ കുലത്തോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഹാലേലുയ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു, കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഹാലേലൂയ. ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വൻപൻ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യർ ഹാലേലൂയ വളരെ ബുദ്ധിമാന്മാരും ഹാലേലൂയ വളരെ ഹാലേലൂയ ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ നിൽക്കുന്നവരും വലിയ വലിയ പോസ്റ്റുകൾ സമൂഹത്തിൽ കൈകാര്യം ചെയ്യുന്നവരുമാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ഹാലേലൂയ അറിവിന് ഹാലേലൂയ ഒരിക്കലും ആ അറിവ് കൊണ്ട് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ഹാലേലൂയ മനുഷ്യർ സ്വയം ബുദ്ധിമാനെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ഹാലേലൂയ നെകളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, കഴുതയ്ക്ക് തൻ്റെ യജമാനനെ അറിയാം, കാള ഹാലേലൂയ തൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, പക്ഷേങ്കിൽ എൻ്റെ ജനം, അതായത് നമ്മെ സൃഷ്ടിച്ച ദൈവം ആരെന്നുള്ളതിൽ മനുഷ്യൻ ഇന്നും കൺഫ്യൂഷനിലാണ്. ഹാലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഏറെ വേദനയോടെ ഇന്നും ഹാലേലൂയ മനുഷ്യകുലത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ അറിയുന്നില്ല. ഹാലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹാലേലൂയ സ്തോത്രം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന്. ഹാലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാണ് ബുദ്ധിമാന്മാർ? ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. തൻ്റെ സൃഷ്ടാവിനെ തിരഞ്ഞ് അത് തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാന്മാർ. ഈ ലോകത്തിൻ്റെ ഹാലേലൂയ അറിവ് നമ്മളെ ചീർപ്പിക്കുമ്പോൾ ഹാലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹാലേലൂയ പുത്തൻ ഒരു അറിവ് നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ആരാണോ അന്വേഷിക്കുന്നവർ അവരാണ് ഹാലേലൂയ ബുദ്ധിമാന്മാർ. ഹാലേലൂയ. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹാലേലൂയ ഇവിടെ കഴുതയെയും കാളയും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കഴുത എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം യാതൊരു ബുദ്ധിയും ഇല്ലാത്ത, സാധാരണ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു പദപ്രയോഗമാണ് കോവർ കഴുത അല്ലെങ്കിൽ കഴുത എന്നൊക്കെ പറഞ്ഞാൽ വളരെ നികൃഷ്ടമായ ഒരു ജീവിയാണ്. ഹാലേലൂയ. അതിന് ബുദ്ധിയോ ശക്തിയോ ഒന്നുമില്ലാത്ത ബലഹീനമായ ഒരു ജീവി. ഹാലേലൂയ. എന്നാൽ അത് തൻ്റെ യജമാനനെ അറിയുന്നുണ്ട്. ഹാലേലൂയ. കാള ഹാലേലൂയ അല്ലെങ്കിൽ അതുപോലുള്ള നാൽക്കാലി മൃഗങ്ങൾ അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ തൻ്റെ ഉടമസ്ഥനെ അറിയാതെ ഹാലേലൂയ എന്തെങ്കിലുമൊക്കെ ഹാലേലൂയ കാണുന്നതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ഇതാവാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യർ അത് ഹാലേലൂയ അതിൻ്റെ മുമ്പിൽ വണങ്ങുമ്പോൾ എത്രമാത്രം മനുഷ്യകുലം ഹാലേലൂയ അറിവിൻ്റെ കാര്യത്തിൽ ഹാലേലൂയ മന്ദബുദ്ധികളായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സൃഷ്ടാവിനെ നാം അറിയണം. കാരണം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഹാലേലൂയ ഉരുകി മാറുമ്പോൾ ഹാലേലൂയ മാറ്റമില്ലാത്ത വചനം തന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്ന, നമുക്ക് ജീവനെ തന്ന് തൻ്റെ കൈകളാൽ ഹാലേലൂയ നിലത്തെ പൊടി കൊണ്ട് ഹാലേലൂയ നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഹാലേലൂയ. ലോകത്തിൽ നാം ഇന്ന് കാണുന്നതെല്ലാം തൻ്റെ വായിലെ വചനത്താൽ ദൈവം ഹാലേലൂയ കൽപ്പിച്ചുണ്ടാക്കിയത്. പക്ഷേ മനുഷ്യനെ തൻ്റെ ഹാലേലൂയ കൈകൊണ്ട് ഹാലേലൂയ നിലത്ത് പൊടിയെടുത്ത് ഹാലേലൂയ മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയിരിക്കുകയാണ്. ഹാലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക. ഹാലേലൂയ. ആ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥമായ ബുദ്ധി. ഹാലേലൂയ. ഈ ലോകത്തിൽ നാം എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നാം നേടുന്നതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സൃഷ്ടാവിങ്കലേക്ക് ഹാലേലൂയ മനസ്സ് തിരിച്ചാട്ടെ. നിങ്ങളുടെ ഉടമസ്ഥൻ ആരാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഹാലേലൂയ. നിങ്ങൾ കൈകൊണ്ട് ഹാലേലൂയ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളന്നും തോത് പിടിച്ചും ഹാലേലൂയ വെട്ടിമുറിച്ചും ഷേപ്പ് ഉണ്ടാക്കി വെക്കുന്നതല്ല
നമ്മുടെ ദൈവം. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ്റെ ജീവശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ സെക്കൻഡുകളിൽ നമ്മൾ അകത്തേക്കും പുറത്തേക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്ന ദൈവത്തിനെ തിരിച്ചറിയുക. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുവോളം സർവശക്തൻ തൻ്റെ ചിറകടിയിൽ നിങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു.